അതുപോലെ നമ്മുടെ ലാലേട്ടൻ നമ്മൾ വീണ്ടും ഞെട്ടിച്ചേക്കാണ്. ഒരു 1.5 പടമാണ്. റിവ്യൂ ഞാൻ ഇപ്പോൾ തരാം. അതിന് മുന്നേ ജസ്റ്റ് പോസ്റ്ററും കാര്യങ്ങളും ഒന്നും എടുത്തതാണ് കേട്ടോ. കണ്ടോ, എല്ലാവരെയും പ്രതീക്ഷ പോലെ തുടരും. അടിപൊളിയായിട്ട് പടം കണ്ടു. തരുൺമൂർത്തി നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും എന്താ പറയുക, ലാലേട്ടൻ്റെ പടങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ അഭിനയത്തെ കുറ്റം പറഞ്ഞവരൊക്കെ മാറ്റി വെച്ചിട്ട് ധൈര്യമായിട്ട് പടം കണ്ടോ. ഞാനൊരു റിവ്യൂല് കണ്ടു, ഇന്ന് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഇനി ടിക്കറ്റൊക്കെ ഭയങ്കര ടൈറ്റ് ആവുന്നു. പറഞ്ഞത് ശരിയാണ്. പടം ഞാൻ എൻ്റെ ഓർമ്മയിൽ ദൃശ്യം കഴിഞ്ഞ ശേഷം പിന്നെ ലാലേട്ടൻ്റെ പടത്തിന് തിയേറ്ററിൽ വന്ന് കാണുന്നത് തുടരുമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ലാലേട്ടൻ്റെ പടങ്ങൾ പിന്നെ എമ്പുരാൻ എമ്പുരാൻ കുറച്ച് ദിവസം മുന്നേ കണ്ടു. അത് കഴിഞ്ഞിട്ട് കാണുന്നത് തുടരുകയാണ്. മലയാളികളുടെ മുണ്ട് മടക്കിക്കണ ലാലേട്ടൻ ഉണ്ടല്ലോ, സാധനമാണ് കൊടുക്കുന്നത്. ഫാമിലി പടമായിട്ട് പതിയെ പറഞ്ഞു പോണ ഒരു സാധനം. ഇടയിൽ എന്തൊക്കെയോ മിസ്റ്ററി ഉണ്ട് എന്ന് തോന്നിക്കേണ്ട രീതിയിൽ പറഞ്ഞ് മെല്ലെ മെല്ലെ കഥ ഇങ്ങനെ ബിൽഡ് ചെയ്ത് അച്ഛൻ, അമ്മ, മോള്, കുടുംബം അതൊക്കെ ഈ ടൈറ്റിൽ കാർഡൊക്കെ അടിപൊളിയുണ്ട്. ബിനു പപ്പു അങ്ങനെ കുറച്ച് നമ്മളറിയാവുന്ന കുറച്ച് ആക്ടേഴ്സൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല രസമായിട്ട് നമ്മളെ അച്ഛൻ പറഞ്ഞിട്ട് കുട്ടിക്ക് വരാം കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മെല്ലെ ഇൻ്റർവെല്ലിൽ 1.25 മണിക്കൂറിൽ ഇൻ്റർവെല്ല് തുടങ്ങി. ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ മോഹൻലാലിനെ അംബാസിഡർ കാറിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ പറഞ്ഞ് കഥ മെല്ലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർക്ക് പോയി കഥ ഉണ്ട് ഗിയറാണ്. നമ്മള് നമ്മുടെ ദുൽഖർ സൽമാൻ പറഞ്ഞ പോലെ മഴ ചായ ജോൺസൺ എന്ന് പറഞ്ഞ പോലെ മോഹൻലാൽ മഴ അംബാസിഡർ. അത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അത്യാവശ്യം കത്തി ഉണ്ടാകുന്ന കാര്യമാണ്. അത് അസലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ അത് ഫസ്റ്റ് മുതൽ അവസാനം വരെ നല്ല രസമായിട്ട് ആദ്യം കാണിക്കുന്ന കാടിൻ്റെ ഷോട്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇടയിൽ കാണിക്കുന്ന ഷോട്ടുകൾ, പിന്നെ കുറച്ച് എന്താ പറയുക, മോഹൻലാലിനെ കാണിക്കുമ്പോൾ ഒരു ഒറ്റക്കൊമ്പൻ സ്റ്റൈല്. പിന്നെ ഇപ്പോൾ ഇത് പറയണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മോഹൻലാലിനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ ഷർട്ട് കാണിക്കുമ്പോൾ കൈയിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സിമ്പിൾ കാണിക്കുന്നത്. അത് ആദ്യം ഒന്നും മനസ്സിലാവില്ല. അത് മോഹൻലാൽ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു സീനിലാണ് അത് എന്താണെന്ന് കാണിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര വർഷം എത്ര കാലം കഴിഞ്ഞാലും നരൻ്റെ ബന്ധപ്പെട്ടിട്ട് എന്ത് സീൻ എടുത്താലും ആക്ഷനിലായാലും അതിൻ്റെ റെഫറൻസ് എന്തെടുത്താലും ഒരു രക്ഷയില്ല. അറിയാലോ, മലയാളത്തിൽ ഇനി നരൻ പോലെ പടഞ്ഞ് ഒരിക്കലും വരില്ല എന്നറിയാം. അപ്പോൾ അതിൻ്റെ റെഫറൻസ് ഇനി എത്ര പടത്തിലെടുത്താലും അത് ഒരു ഉയരത്തിൽ തന്നെ നിൽക്കും. പിന്നെ മോഹൻലാലിനെ കുറച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് ശോഭന, മോഹൻലാലിൻ്റെ മകനായിട്ട് അഭിനയിച്ചു പയ്യൻ, മകളായിട്ട് അഭിനയിച്ച പെൺകുട്ടി, പിന്നെ ഓൾറെഡി നമ്മൾ ഒരു വില്ലൻ ഉണ്ടല്ലോ, വില്ലൻ അത്യാവശ്യം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. എന്നാൽ വില്ലൻ കയറി സ്കോർ ചെയ്ത് ഇൻ്റെ പടമാണ്, ഇത് ഇൻ്റെ കഥയാണ്, ഈ കഥയിൽ ഞാനാണ് നായകൻ പറയുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട്. തിയേറ്ററിൽ കത്തിയുണ്ട്. കുറേ കാലമായിട്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടിറങ്ങി സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് പറയുന്നവർക്ക് പടം സുഖമായിട്ട് സന്തോഷമായിട്ട് ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ട് കണ്ടിറങ്ങാം. തുടരും. മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും. ഫസ്റ്റിൽ തുടരും പറയും, ഇൻ്റർവെല്ലിൽ ഒരു തുടരുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മോഹൻലാൽ തുടരും. മോഹൻലാലിൻ്റെ അഭിനയ പ്രതിഭ എങ്ങും പോയിട്ടില്ല. നല്ല നല്ല കഥകളുണ്ടെങ്കിൽ, നല്ല നല്ല സംവിധായകരുണ്ടെങ്കിൽ, നല്ല നല്ല എഴുത്തുകാരുണ്ടെങ്കിൽ മോഹൻലാൽ ഇനി നല്ല പടങ്ങൾ ചെയ്യട്ടെ, കാണാൻ നമുക്ക് പറ്റട്ടെ. സുന്ദരിമണിക്ക് എന്തോ പറയാണ്ട്, സുന്ദരിമണി പറഞ്ഞത് സിനിമ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. മുണ്ടോണ്ട് വീശിട്ട് അടിച്ചു, മുണ്ട് മടക്കിയിട്ട് കരിങ്കാളി ശരിക്കും തുള്ളി വന്നിട്ട് തീ വിളിച്ചെന്നെ കാറിന്റെ ഉള്ളിലുണ്ട് തിരിക്കുക. സ്വത്ത് എന്താ വരാൻ കാരണം? ഇതിലത്തെ ഒരു പാട്ട് അത് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ ഓൾറെഡി പുണ്ണിക്ക് ഫസ്റ്റ് ഒക്കെ സിനിമ നന്നായി കണ്ടായിരുന്നു. ഇപ്പൊ തൊട്ടിട്ട് തീരെ ഇഷ്ടമല്ല. അങ്ങനെ വരില്ല, അവൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവള് ഫുൾ ആക്റ്റീവ് ആണ്. പക്ഷെ വന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് ഫിലിമിനെയാന്ന് പറയാണ്ട് കറങ്ങാൻ പോകാന്ന് പറഞ്ഞ് കൊണ്ടുവരാം. ഇവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു. പോപ്കോണൊക്കെ ഞാൻ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു. ലേസ് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലേസ് കൊടുക്കാറില്ല, ഇങ്ങോട്ട് വരാനും വാങ്ങി. കുറേ പറഞ്ഞു. പിന്നെ ആൾക്കെന്നെ മനസ്സിലായി എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ കാട്ടിക്കൂട്ടലുണ്ടപ്പം സിനിമയ്ക്കാണെങ്കിൽ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറേ നിർബന്ധിച്ചു, അമ്മ അച്ഛൻ പോവല്ലേ, വന്നു കഴിഞ്ഞാൽ പിന്നെ അതല്ലേ. അവസാനം ചേട്ടന് ഈ പാട്ടാണ്ട് പാടി കൊടുത്തപ്പ പിന്നെ ഫുൾ വൈബാണ്. എന്തൊരു ചേലാണ്. അപ്പൊ ഇനി ദേവിയുടെ അഭിപ്രായം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ദേവട്ടി എങ്ങനെയുണ്ട് പടം? ക്യാമറ ഫേസ് അടിപൊളിയല്ലേ, ഒന്നും പറയാനില്ല. കാരണം ലാലേട്ടന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് സത്യം തന്നെ വന്നത്. റിവ്യൂ ചെയ്യാൻ എല്ലാവരും കമ്മിയത് പോകുന്നുണ്ട്.
സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ വന്നത്. പിന്നെ നമുക്ക് അറിയാലോ കുറേ കാലങ്ങൾക്ക് ശേഷം എമ്പുരാൻ ഞാൻ കണ്ടില്ല, പക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് ഇങ്ങനെ ഓരോ ഫിലിമിനെ കുറിച്ച് നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷ ഒരിക്കലും തെറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കാരണം കുറേയൊക്കെ നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഇതായിരിക്കും അതിൻ്റെ പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആണ് എന്നാൽ അല്ല എന്നൊക്കെ പറയാവുന്ന ഒരു പടം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുൾ ഫാമിലിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്താ പറയുക, ഹൗസ്ഫുള്ളാണ്. ഹൗസ്ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് മാത്രമാണ് കറക്റ്റായിട്ട് ഒരു റോലൊക്കെ ഇന്ന് പോകാൻ പറ്റിയിട്ടുള്ളൂ. അതായത് ഒരു ഫാമിലി ഒരു വലിയൊരു കുടുംബത്തിൽ നിന്ന് എല്ലാവരും കൂടി വരികയാണെങ്കിൽ എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു അതുപോലെ സ്പ്ലിറ്റ് ആയിട്ട് ഓരോരുത്തരെ. അപ്പോൾ ഹൗസ്ഫുൾ തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി എനിക്ക് ഈ പടത്തിനെ കുറിച്ച് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. തരുൺമൂർത്തി, പിന്നെ ഇവർ പടം എമ്പുരാനെ മുന്നിടണം കഴിഞ്ഞിട്ട് ഇടണം എന്നുള്ള ഒരു ഇത്, പിന്നെ അത്രയും കഷ്ടപ്പെട്ട് പൃഥ്വിരാജ് ഇത്രയും ഹൈ ബഡ്ജറ്റിൽ പടം എടുത്തത് കൊണ്ട് എമ്പുരാൻ ഉണ്ട് കേട്ടോ. ദേവട്ടിക്കിനെ ഞാൻ എമ്പുരാൻ കാണാൻ കൊടുത്തിട്ടില്ല, ദേവട്ടി ലൂസിഫർ കണ്ടിട്ടില്ല. ഇപ്പൊ എമ്പുരാനും ലൂസിഫർ ലാപ്ടോപ്പിൽ കിടക്കുന്നുണ്ട്. ദേവട്ടിക്ക് രണ്ടും കാണാൻ അവസരം ഉണ്ട്, ദേവട്ടി കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ റിവ്യൂ കൂടി കണ്ടിട്ട് ഫൈനലാക്കാന്ന് വെച്ചാൽ ടിക്കറ്റൊക്കെ ഞാനവിടെ സെറ്റാക്കി വെച്ചു. എൻ്റർടൈൻമെൻറ്റ് കിഴി സാധാരണ സിനിമ കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ എടുക്കാറുള്ളവർ ആ ചേട്ടന്മാർ സിനിമ ഷോ കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ റിവ്യൂ വന്നു. റിവ്യൂ തുടങ്ങി സ്റ്റാർട്ടിൽ. പിന്നെ തിരുവനന്തപുരംകാരൻ ഇവർ രണ്ടാളും റിവ്യൂ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ദേവട്ടിയെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഏകദേശം തിയേറ്ററിൻ്റെ ഒരു 4ാമത്തെ റോയിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും പുതിയ തിയേറ്റർ ബി സിനിമാസ് ഇതാ കണ്ടോ, ഞങ്ങളുടെ അഞ്ഞൂരുകാരുടെ അഭിമാനം ബി സിനിമാസ്. ഒരു 4ാമത്തെ റോയിൽ ഫ്രണ്ടിൽ നിന്ന് ഇരുന്നാൽ പോലും അടിപൊളിയായിട്ട് സിനിമ കാണാം, ഒരു കുഴപ്പമില്ല. അതിനുള്ള ക്വാളിറ്റി ഉള്ള തിയേറ്ററാണ്. ഞങ്ങൾ സ്ക്രീൻ 1ലാണ് സിനിമ കാണാറ്, ഇത് അങ്ങനെ തന്നെയാണ് കണ്ടത്. അപ്പോൾ എല്ലാവരും തുടരും കാണുക, ഫാമിലി ആയിട്ട് വന്ന് കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സുന്ദരിമണി നോക്കിയാൽ 9 സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ചെയ്യണം. ഇനി അതിനുശേഷം കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. കാരണം നമ്മുടെ അഭിപ്രായം ആവില്ലല്ലോ. കിടന്ന് ഉറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്, പക്ഷെ ആള് ഫുൾ വൈബായിരുന്നു. ലാലേട്ടന്റെ അടിയിൽ പിന്നെ എല്ലാരും പ്രതീക്ഷിച്ച പോലത്തെ അടിപൊളി ഫൈറ്റും കാര്യങ്ങളും. പിന്നെ നമ്മളൊന്നും സ്പോയിലറായിട്ട് പറയണില്ല. എന്നാൽ പോലും നിങ്ങൾ ഈ പടത്തിനെ കുറിച്ച് കൂടുതൽ കേൾക്കാതെ 1-2 റിവ്യൂസ് കണ്ട് പടത്തിന് പോവുക. നിങ്ങളെ തീർച്ചയായും പടം ഞെട്ടിക്കും. നരൻ പോലത്തെ ലാലേട്ടൻ്റെ ആക്ഷനുള്ള ഒപ്പം പോലെ ലാലേട്ടൻ്റെ ആക്ഷൻ കയറി വരണ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പോയിട്ട് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് വന്ന് പിന്നെ ലാലേട്ടനെ ശരിക്കും, അതായത് ലാലേട്ടനോട് എന്തൊക്കെ പറ്റും അതിപ്പോൾ എന്തൊക്കെ പറ്റും അത് അത്യാവശ്യം തരുൺമൂർത്തി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊക്കെ ഫസ്റ്റത്തെ പാട്ടൊക്കെ ഒരു രക്ഷയില്ല, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഇപ്പോൾ ഉണ്ണി പറഞ്ഞ പോലത്തെ കാളിയും കാണിക്കുന്ന സീന്, പിന്നെ ഒരു ചെറിയൊരു ഗസ്റ്റ് റോൾ ഉണ്ട്. അതൊന്നും സിനിമേനെ ബാധിക്കാനില്ല, ജസ്റ്റ് ലാലേട്ടനോടുള്ള താല്പര്യം കൊണ്ട് ചോദിച്ച് വാങ്ങിയൊരു ഗസ്റ്റ് റോൾ എന്ന് തോന്നി. ദേവട്ടെങ്കിലും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ഒന്ന് കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ഗസ്റ്റ് റോൾ ഉണ്ട്, അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗസ്റ്റ് റോൾ. അപ്പോൾ ഞങ്ങളുടെ റിവ്യൂ തുടരുന്ന കഴിഞ്ഞു. ഡീറ്റെയിൽ റിവ്യൂ കുറച്ച് നാളെ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കാം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ബി സിനിമാസ് ഞങ്ങൾ ഇറങ്ങാണ്. 12 മണിയുടെ ഷോയാണ്. ഇതും ഹൗസ്ഫുള്ളാണ് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ടിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. പഴുത്ത് വാങ്ങിയ നല്ല പഴുത്ത് ഇങ്ങനെ വരുന്നൊരു മാങ്ങ, നല്ലോണം പഴുത്തിട്ടില്ല. മൂവാണ്ട് മാങ്ങിയല്ലേ?